ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് കട്ടപ്പനയ്ക്ക് പോവുകയാണ് കേട്ടോ. അതൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് അംഗൻവാടിയിലൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളൊരു 10-20 ബസ് ഉണ്ടായിരുന്നു, ജോഷുവ, അതിലാണ് കേട്ടോ കയറിയത്. ചേച്ചി ബാലഗ്രാമിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും മാൾ ചേച്ചി നേരത്തെ തന്നെ ബസ്സിൽ കയറി. ഞങ്ങൾ നേരെ 3 പേരും കട്ടപ്പനയിലേക്ക് പോയി. അപ്പോൾ പിള്ളേരൊക്കെ തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് വീട്ടിൽ വരണം, അതിനുവേണ്ടി നേരത്തെ പോയി കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടത്തിൽ കയറി കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ക്രിസ്തുമസ് അല്ലേ വരുന്നത്, അപ്പോൾ ചേച്ചിയുടെ പിള്ളേർക്കും ചേച്ചിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ. പൊന്നായിക്ക് നമ്മൾ ഈ വൈറ്റ് ഒരു ക്രോപ്പ് ടോപ്പാണ് എടുത്തത്. അപ്പോൾ പള്ളിയിൽ പോകാനും ഒക്കെ അതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് വൈറ്റ് കളർ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് നമ്മൾ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തു. പിന്നെ അതിനകത്തിടാൻ ഒരു ഇന്നർ റെഡ് കളറാണ് കേട്ടോ എടുത്തത്. അപ്പം നല്ല രസമായിരിക്കും, അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഒക്കെ ജീൻസിൻ്റെ പാവാടയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്പുണ്ണിക്ക് ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഇവിടെ ഇഷ്ടംപോലെ ക്രോപ്പ് ടോപ്പുകളുണ്ടായിരുന്നു. ഓരോന്നിൽ ഏതെടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. എല്ലാം ഒരു 500-600 ആ റേഞ്ചിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെയും ഞാനത് തന്നെ നോക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുമസ് അല്ലേ, അപ്പം റെഡ് കളർ തന്നെ ഒരു സൈഡ് ഈ റെഡും വൈറ്റും മാത്രമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നോക്കി. ചേച്ചിക്കും ടോപ്പ് വേണമായിരുന്നു. ആദ്യം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഷ് കളറ് ചേച്ചിക്ക് നന്നായിട്ട് ചേരും. അപ്പോൾ ആഷ് കളർ തന്നെ വേണമെന്ന് ഓർത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആഷ് കളറെല്ലാം ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. ഒന്ന് ഇഷ്ടപ്പെടുമ്പോഴത്തേനും അതിന് റേറ്റ് കൂടുതലായിരിക്കും. റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് കാണത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഒരുവിധം ഒരു കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. അതെ കൊള്ള. ചേച്ചി ഇതൊക്കെ മെറ്റീരിയലുകളാണോ? അതൊന്നെടുത്തേ, അതേ കൂട്ട്. ഞങ്ങൾ നോക്കിയത് വെച്ചാൽ എനിക്ക് ഈ ചുരിദാറാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ചേച്ചി ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. അടിപൊളിയായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. ആ കടയിലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ മുഖം തെളിയുന്നേയില്ലായിരുന്നു. ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ ഇഷ്ടത്തിന് ഓപ്പോസിറ്റ് ഒരു കടയിൽ കയറിയായിരുന്നു. ആ കടയിൽ കയറിയിട്ട് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ആ ചേച്ചിയാണെങ്കിൽ ഇഷ്ടംപോലെ എടുത്തിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു വിധമാണ് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയത്. അതിന് ശേഷം നമ്മൾ വേറൊരു കടയിൽ കട്ടപ്പനയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കടയിലും കയറി നമ്മൾ ഇഷ്ടംപോലെ ടോപ്പുകൾ എടുത്ത് നോക്കി. നമ്മൾ ഇഷ്ടത്തിൽ കുറേ മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച് പോയതെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച് പോയത് കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ 3-4 കടയിൽ കയറി ഓരോന്ന് സെലക്ട് ചെയ്ത് പോയി മടുത്ത് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഒരു കടയിൽ കയറി. ഞങ്ങൾക്ക് ഒരു ചുരിദാർ ലാസ്റ്റ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അത് ഒരു 1600 സംതിങ് ആയി കേട്ടോ. ഒരു ടോപ്പും പാൻറ്റും കൂടി കോഡ് സെറ്റായിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കൊച്ചിൻ ബേക്കറി കയറി. ചേച്ചി ഷേക്ക് കുടിക്കുവാണ്. ഞാനും ചേച്ചിയും പിന്നെ ഫ്രഷ് ലൈമും പപ്സും കഴിച്ചു. ചേച്ചി നോയമ്പായ കാരണം വെജിറ്റബിൾ പപ്സും ഞാൻ എഗ്ഗിൻ്റെ പപ്സുമാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പം എല്ലാവരും 3 വഴിക്ക് പോയി കേട്ടോ. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വൈബായിട്ടുള്ള നാത്തൂമാർ നിങ്ങൾക്കും ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.